ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് വീണ്ടും കൂടി ഇരിക്കലാണ് കേട്ടോ. അതായത് ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞായറാഴ്ച. അപ്പോൾ ഇതാക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും നല്ല മാറ്റി ഒരുങ്ങിയൊക്കെ നല്ല റെഡി ആയിട്ട് ഇങ്ങനെ വണ്ടീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ റിച്ചുവിനെ കൊണ്ട് പിന്നെ മുത്തുമോൻ എന്താക്കി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓന് വണ്ടിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്തതൊന്നും ചിലപ്പോൾ ക്ലിയർ ഒന്നും ആയിട്ടുണ്ടാവില്ല കേട്ടോ. അങ്ങനെ എൻ്റെ റിച്ചുമോൻ രാവിലെ ഇവർ കൊണ്ടുപോയിങ്ങാണ്ട് മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മുടി വെട്ടിയത് എന്തെന്ന് അറിയോ, എംബാപ്പൻ്റെ കട്ട്. അത് വെട്ടി കൊളായോന്ന് എനിക്കറിയില്ല, കാരണം ഞാനങ്ങനെ അത്ര എനിക്കതിനെ പറ്റി അറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു ഒന്ന് കാണിക്കടോ, ഒന്ന് വീഡിയോയിൽ എടുക്കട്ടെ കേട്ടോ. അപ്പം മുഖം പൊത്തി പിടിക്കാൻ കേട്ടോ. അതാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ വെട്ടിയത്. കാരണം അവൻ്റെ മുടി നമ്മൾ മൊട്ട അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാലിന് വയ്യാത്തതുകൊണ്ട് അപ്പം ഇങ്ങനെ വളർന്ന് വരുന്നുള്ളതിന്. അപ്പം ഇങ്ങനെ ഈ ചെവിൻ്റെ അങ്ങോട്ടൊക്കെ നല്ലോണം ഇറങ്ങിയിരുന്നു കേട്ടോ. പക്ഷെ മുന്നിലാണെങ്കിൽ പിന്നെ അങ്ങനെ നെറ്റിക്കൊക്കെ ഇറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് പിന്നെ ഇങ്ങനെ വെട്ടില്ലാതെ ഇങ്ങനെ വെട്ടിയാലൊരു കോണം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും വേണ്ടില്ല, എന്നാൽ പിന്നെ അങ്ങനെ ഒരു കട്ട് കിടക്കട്ടെ വിചാരിച്ചിട്ടോ. അങ്ങനെ ഇതാക്കണ ഞങ്ങളെല്ലാവരും കയറിയിരുന്ന്, ഞാനും സച്ചുമോനും മുത്തുമോനും ബേക്കിലും ഇരുന്നു. റിച്ചുമോനും ഒറ്റയ്ക്ക് മുന്നിൽ ഓൻ്റെ അപ്പച്ചിൻ്റെ കൂടെ അങ്ങനെ ഇരുന്നും ചെയ്തിട്ടോ. കാരണം അതാണ് ഓനക്ക് ഏറ്റവും നല്ലത് കേട്ടോ. അതാകുമ്പോൾ ഓൻ്റെ കാല് ഓൻ തന്നെ ശ്രദ്ധിക്കുകയും ചെയ്യും, നമുക്ക് പ്രശ്നമില്ല കേട്ടോ. നമുക്ക് നല്ല സുഖമായിട്ട് ഇരിക്കുകയും ചെയ്യട്ടോ. മറ്റേത് ഓന് നമ്മളൊപ്പം ഇരുന്നാൽ നമ്മളിങ്ങനെ കാല് പിടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബേജാറായിരിക്കും കേട്ടോ. കാരണം എങ്ങനെ ആയാലും നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ കട്ടറുണ്ടാവും. കട്ടറില്ലാത്ത റോഡ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളെ കേരളം അല്ലാണ്ടിരിക്കണം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ പോയാലും കട്ടറാകുമ്പോൾ ഒന്ന് കുഴിയിൽ ചാടും കേട്ടോ. പിന്നെ അതുമില്ല, നമുക്കിപ്പോൾ ഇത് വെള്ളിമൂങ്ങൻ്റെ ഓട്ടോയാണ്. അതാകുമ്പോൾ എങ്ങനെ ആയാലും അതിനൊരു കുത്തിപ്പിൽക്കാണ്. അപ്പോൾ എന്തെന്നെ ആയാലും ആ കുട്ടീൻ്റെ കാര്യം എങ്ങനെ ആയാലും നമ്മൾ പിടിച്ചാലും തട്ടും. അപ്പോൾ പിന്നെ ഓനോട് തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഏകദേശം അവിടെ എത്താനായി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ അനിയൻ്റെ വീടുണ്ട് കേട്ടോ. അപ്പോൾ അത് അനിയൻ്റെ വീടിൻ്റെ അവിടെ നോക്കുമ്പോൾ അവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് താറ് എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അത് പിന്നെ തലേന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ശനിയാഴ്ച അപ്പം അന്ന് എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നാണ് കേട്ടോ, ഞായറാഴ്ചയാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇതാക്കണത് പിന്നെ മറ്റേ അനിയൻ്റെ വണ്ടിയാണത്. അപ്പോൾ ഇതാ നമ്മളെ നേരത്തെ ആയല്ലോ ഞാനാണ് കേട്ടോ താറെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാക്കണം. അപ്പോൾ അത് കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും, ഞാൻ ഇറങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ എന്തായാലും നമ്മൾ കണ്ടു നോക്കാം. പിന്നെ ഇപ്പം അടുത്തൊന്നും അങ്ങോട്ട് പോകലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ എന്താക്കി അതൊക്കെ ഒന്ന് അങ്ങനെ നോക്കിയിട്ട്, പിന്നെ നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയാത്തതുകൊണ്ട് വെറുതെ നോക്കാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അന്ന് ചെറിയ അനിയനാണ് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഇതിൽ കയറുന്നുണ്ട്, അപ്പോൾ ഈ വീഡിയോ എടുത്ത് പറഞ്ഞിട്ട് എന്നോട്. അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി ശരി നീ കയറിക്കോ, ഞാൻ വീഡിയോ എടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കി ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല രസം കേട്ടോ. ആൾക്ക് നല്ല ലുക്ക് ഉണ്ട് കേട്ടോ അതാറ്. കാരണം ആൾ കുറച്ച് ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ നമ്മളെ കാക്കായി കയറി കേട്ടോ. അപ്പോൾ നമ്മളെ കാക്കായും കയറിയിട്ട് ഒന്ന് വീഡിയോ എടുത്ത് എന്തായാലും എന്നാണ്. അപ്പോൾ പിന്നെ ആളും കയറി. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അതിൽ കയറിയിട്ട്. അപ്പോൾ ആ കറുപ്പ് ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും അങ്ങനെ കുടിയിരിക്കലിന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങാൻ കേട്ടോ. അങ്ങനെ ഇതാക്കണ രണ്ട് വച്ചാലൊന്നും അവിടെ നടന്നു പോരുന്നുണ്ട്. നമ്മളെ വണ്ടിയിലും പോകുന്നു കേട്ടോ. അങ്ങനെ ഇതാ കുടിയിരിക്കലിൻ്റെ വീട്ടിലെത്തിട്ടോ. അങ്ങനെ നമ്മളെ വീട്ടുകാരും അവരെ വീട്ടുകാരും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ എല്ലാവരും ആ സമയമാകുമ്പോഴത്തേന് വരും തോന്നണം കേട്ടോ. അപ്പോൾ ഇതാ മക്കൾ ഇവിടെ അങ്ങനെ മൊബൈലുമ്പോൾ കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തുമോൻ അതാക്കണം ഓൻ്റെ ഫോണിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ പൊന്നു ഇതാക്കണ ഒരു ഫോണും ഇരിക്കുന്നുണ്ട്. പിന്നെ മോനൂസിൻ്റെ കയ്യിലൊരു ഫോണുണ്ട്. ആരൊക്കെ ഫോണാ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഇതാക്കണ റിച്ചുമോൻ ഇപ്പോൾ ഫോണില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോണിന് വരും കേട്ടത്. ഞാൻ പിന്നെ വീഡിയോ എടുക്കണമെന്നിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണം നല്ല വെയിലാണ് കേട്ടോ. ഇന്നിപ്പോൾ ഏതായാലും നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ കിട്ടിയത്. കാരണം തലേന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണ ഇവിടെ അടുക്കളയിൽ താത്താൻ്റെ ഏട്ടത്തിക്ക് അങ്ങനെ പണിയില്ല കേട്ടോ. വരുന്നവർക്കൊക്കെ വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണം ദേവാലയത്തെ ഉമ്മയുടെ ആങ്ങൾ വന്നില്ല, ആങ്ങളുടെ വൈഫും പിന്നെ മോളും രണ്ട് കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണ റൂമിലൊക്കെ കുറച്ച് ആളുകളൊക്കെ അവിടെ അങ്ങനെ ഇരിക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും പോയി നോക്കിയിട്ടില്ല. പിന്നെ എല്ലാവർക്കും വീഡിയോയിൽ എടുക്കണമെന്ന് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഇതാക്കണ ദേവാലയത്തെ പൂവി ഇങ്ങനെ ഓരോ വർത്താനമൊക്കെ പറയട്ടോ. ഞങ്ങൾ ഈ പിന്നെ ടേബിളിട്ട് അവിടെ അങ്ങനെ എല്ലാവരും ഇരുന്ന് അങ്ങനെ എല്ലാം സംസാരിക്കാം കേട്ടോ. അങ്ങനെ പിന്നെ ഇതാക്കണ ചോറിനുള്ള സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല പിന്നെ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. താത്താൻ്റെ ഉപ്പ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല വെക്കാനൊക്കെ പോണ ഒരാൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ നമ്മൾ തിന്നിട്ടില്ല, നമ്മൾ തിന്നാനായിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ വണ്ടി ചെന്നിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാക്കണ എല്ലാവരും ഇങ്ങനെ അവിടെ വന്നാലൊക്കെ ഇരുത്തണം കേട്ടോ. കാരണം പിന്നെ അത്യാവശ്യം നല്ല ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ആളുകളൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുടിയിരിക്കലായതുകൊണ്ട് വൈകുന്നേരം വരെ അങ്ങനെ വന്നുകൊണ്ട് നിൽക്കുമല്ലോ. അപ്പോൾ ഇത് പിന്നെ നമ്മളെ നാത്തൂൻ തന്നെയാണ് കേട്ടോ. പിന്നെ അപ്പോൾ അവളെ എൻ്റെ വീഡിയോയിൽ അങ്ങനെ കിട്ടിയിട്ട് തന്നെയല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇതേപോലത്തെ പിന്നെ അമ്മോൻ്റെ
മോളാണ് കേട്ടോ. അപ്പോൾ ഇതാ ഓളി അങ്ങനെ എടുത്തിട്ടോ, കാരണം അങ്ങനെ ഓളൊന്നും ഇപ്പോൾ അങ്ങനെ എപ്പോഴും നമുക്ക് കിട്ടാത്ത ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ സെലിയും നമ്മളെ മൂത്ത ആളും കേട്ടോ. അപ്പോൾ രണ്ടാളും പാടെ അങ്ങനെ പിന്നെ അതിൽ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ വെള്ളവും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ കൊടുക്കണമൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ പിന്നെ കുറേ ആളുകളൊക്കെ എണീറ്റ് ബാക്കി കുറേ ആൾക്കാർക്കൊക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാക്കണ റിന്യൂസൊക്കെ മാറ്റി നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ എല്ലാവരും ഇവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് ബാബുവിൻ്റെ വൈഫാണ് കേട്ടോ. അങ്ങനെ ഇതാ പൈസയിൽ മോൻ ഉറങ്ങിയിരിക്കണം, അപ്പോൾ ഓനെയും കൊണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അതാണെങ്കിലോ 2 കുട്ടികളും ഓനും ഓളെയും പറ്റുള്ളൂ കേട്ടോ. കാരണം കുട്ടികളൊരു പ്രായത്തിൻ്റെതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും എപ്പോഴും കാണണമൊന്നുമില്ലല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ ലാസ്റ്റ് ആയപ്പോൾ ഞങ്ങളെല്ലാവരും പിന്നെ ഞാനും എൻ്റെ 2 ഇളച്ചിയും ഇളച്ചനും ഇരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളതാ 4 പേരും അങ്ങനെ ഇരുന്ന് ചോറൊക്കെ തിന്ന് ഞങ്ങൾ കുറേ നേരം സംസാരിച്ച്. പിന്നെ അതിൻ്റെ ഇടയിൽ കാക്ക ഓട്ടത്തിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ കുഞ്ഞാവ ഞങ്ങളെ വണ്ടിൻ്റെ അടുത്ത് അങ്ങനെ വന്നിട്ടോ. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുങ്ങി കേട്ടോ. അപ്പോൾ അമ്മായിയും കാക്കൊക്കെ ഇവിടെ ഉണ്ടായിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലായിടത്തും യാത്ര പറഞ്ഞ് അങ്ങനെ വന്നു. അപ്പോഴാണ് കേട്ടോ വലിയ താറും കൊണ്ട് ഒന്ന് പിന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരിങ്ങനെ വന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാക്കണേ പിന്നെ അപ്പോൾ ഞങ്ങളങ്ങനെ പോന്നു കേട്ടോ. അപ്പോൾ പിന്നെ പോരുമ്പോൾ നല്ലൊരു മഴക്കാറും മഴേൻ്റെ ഒരു ചാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളിവിടെ രാത്രിയായപ്പോൾ പിന്നെ ഏകദേശം ഒരു 7 മണിയൊക്കെ ആകാനായിട്ടുണ്ടാവും കേട്ടോ. അന്നേരം വന്നപ്പോൾ അത് റിച്ചുവിനെയും കൊണ്ട് പോകുമ്പോഴൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മഴ ഉണ്ട് കേട്ടോ. അപ്പോൾ സെലി തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ വീടെന്ന സ്വപ്നമാണ് സഫലമായിട്ടോ. കാക്കാൻ്റെതൊക്കെ അങ്ങനെ എല്ലാം റാത്തായി, പരിപാടിയൊക്കെ റാത്തായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാക്കണ വീട്ടിലെത്തിട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളെ കുഞ്ഞു വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ടാക്കണേ.